അടിപൊളി. പിന്നെ ഞാനേ ആദ്യമായിട്ടാണ് ഒരു ഫിലിമിൽ ഇത്രയധികം മീഡിയയിലാണ്. ഫുട്ബോളിൻ്റെ സമയത്ത് ഞാൻ ഇഷ്ടംമാതിരി മീഡിയേൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുണ്ട്. അത് ഫസ്റ്റ് ഡയറക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു PT മാസ്റ്റർ ഒരു റോളുണ്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അവിടെ പോലീസല്ല വില്ലനായിട്ട് അഭിനയിക്കില്ല, അല്ല ഈ മോന്ത കൊണ്ട് വേറെ എന്ത് ചെയ്യാനേ. അപ്പോൾ വിഷ്ണു വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എൻ്റെ പടത്തിലാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അപ്പം മണിഭായി പറയാറുണ്ട്, മണിഭായി പറയും എടാ ഞാൻ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ, ഞാൻ ഡോക്ടറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ 5 കൊല്ലം തൊട്ടാൽ ഒരു PT മാഷാവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗ്രേറ്റ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു PT മാഷായിട്ട് പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ലോ. ഞാൻ മറ്റുള്ള റോളൊക്കെ ചെയ്യുന്നത് പടത്തിൽ വില്ലനായിട്ടും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അത് വിഷ്ണുവിനോടും എൻ്റെ ഡയറക്ടറോടും നന്ദി. പ്രത്യേകിച്ച് മാസ്റ്റർ ഇരിക്കുന്നു ഒരു ഫൈറ്റ് സീൻ. അപ്പം എന്നോട് ചോദിച്ചു എന്താണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചു. ഫുട്ബോളിൻ്റെ എന്തെങ്കിലും സ്കില്ലിടാൻ പറ്റുന്ന എന്തുള്ള ചോദിച്ചു. അപ്പോൾ അറിയണ സാധനം അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അത് എന്താ മാതിരി പോടാൻ പറ്റുമെന്ന് ചോദിച്ചു. സാർ ട്രൈ ചെയ്യാം സാർ എന്ന് പറഞ്ഞു. അതാണ് കിട്ടിയത്. അത് സാറ് സൂപ്പറായിട്ട് എടുത്ത് വളരെ സന്തോഷം. ഇങ്ങനൊരു ഫിലിമിൽ എന്നെ വിളിച്ചു. ഇനി ഡയറക്ടറോടും അല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ അവരോടും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. അതൊക്കെ ഇവിടെ പറയില്ലേ. അല്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ കട്ടപ്പന ചെയ്യുമ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വേഷം അഭിനയിച്ചിട്ട് ഞാനും ധർമ്മേട്ടനും കൂടി. അന്ന് ധർമ്മേട്ടന് 41 വയസ്സുണ്ട്. അതാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മോട്ടിവേഷൻ. പിന്നെ ഇതിൽ നമ്മൾ ക്യാരക്ടറിന് ഒരു വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ ഓഡിയൻസ് പറയുന്നതിന് മുമ്പ് നമ്മളെ സലീമേട്ടൻ പറയുന്നുണ്ടല്ലോ, അത് ഈ മുതുക്കൻ +2 പാസ്സാവാത്തതിൽ കരക്കാരുള്ളവരെന്ന് വെച്ചത് ചോദിക്കാറുണ്ട്. അപ്പം അത് പാസ്സായി പോകാനായിട്ടാണ്. +2കാരൻ്റെ പ്രായമല്ല ചന്തുവിന്, വേറെ ചില ഇഷ്യൂസ് കൊണ്ട് പാസ്സാവാണ്ട് അങ്ങനെ +2 കണ്ടിന്യൂ ചെയ്യണമല്ലോ. അതിപ്പോൾ എനിക്ക് എല്ലാവരും ചോദിച്ചു ഫുൾ ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണോ. പക്ഷേ എനിക്ക് അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ചന്തു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ളൊരു അച്ഛൻ്റെ മകനാണ്, പോലീസുകാരൻ്റെ മകനാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ആ ചന്തുവിനുണ്ടായ ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ത്രൂ ഔട്ട്. അതാണ് ഇയാളുടെ ഒരു ഇമോഷൻ. അങ്ങനെയാണ് ശ്രീതേട്ടൻ എൻ്റെ അടുത്ത് ഞങ്ങൾ ഈ കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയൊരു എന്താ പറയുക ഷെയ്ഡ് ക്യാരക്ടറിന് അത് പിടിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക്. അതെ തീർച്ചയായിട്ടും. നമുക്ക് സന്തോഷമുള്ളൂ, പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമെന്നുള്ളതായിരുന്നു നമ്മുടെ ടെൻഷൻ. പക്ഷെ പുള്ളി സന്തോഷത്തോടുകൂടി വന്ന് ചെയ്ത് പുള്ളിക്ക് അതൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്തായാലും ആക്ഷൻ സീക്വൻസുകൾ പടത്തിലുണ്ട്. അപ്പം അതിനുവേണ്ടി ഒന്ന് കുറച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണം, ഒന്ന് ഫ്ലെക്സിബിൾ ആവണം, കരാട്ടയ്ക്ക് പോയാലോ എന്നൊക്കെ ഉണ്ടായി. കരാട്ടക്കാരിയുടെ വേഷത്തിന് ജയശ്രീ കോച്ചിങ്ങിന് പോയപ്പോൾ ഞാനും കൂടെ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ മാസ്റ്റർ അപ്പോൾ കൺസീവ് ചെയ്തൊരു സാധനം മാസ്റ്റർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത് +2 പഠിക്കുന്ന ഒരു പയ്യന് ഉണ്ടാവുന്ന ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത, ഒട്ടും കമ്പോസ്ഡ് അല്ലാത്ത ആ ഫീലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ മാസ്റ്ററുടെ അസിസ്റ്റന്റ് ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് കമ്പോസ് ചെയ്യുമ്പോൾ അവൻ വന്ന് സ്റ്റൈലായിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കുമ്പോൾ മാസ്റ്റർ വന്നിട്ട് ഇങ്ങനെ അല്ലടാ ഇതെന്താ സൂപ്പർ ഹീറോ പടമാ എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ അത്ര ആ ഒരു പോസ്റ്റർ വരരുതെന്ന് പറഞ്ഞിട്ട് വീഴാൻ പോണ പോലെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റൈല് വന്നാലും മാസ്റ്റർ അത് കട്ട് ചെയ്തിട്ട് റീടേക്കാണ് പോകണം. അപ്പം അത് കാരണം എനിക്ക് വലിയ എളുപ്പമായിരുന്നു. ഒരു ചേഞ്ച് ഉണ്ട്, വിഷ്ണുവിൻ്റെ അമ്മായിയായിട്ടാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മാസമാണ് ഇതിനകത്ത് ബീച്ചറിനല്ലേ. ബീച്ചർ എന്താണ് ശ്രീധ നീ പറയണം. ബീച്ചറിനോട് അഭിനയിച്ചങ്ങനെയാണ്. ഞാൻ ഉപ്പുമുളകിൽ ബീച്ചറിൻ്റെ നീലുവിൻ്റെ കൂട്ടുകാരിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ ബീച്ചർ എന്താ പറയുക, പ്രസ് മീറ്റ് ശീലമില്ലേ, മറ്റേ ഇന്റർവ്യൂവില് ഒരു 2 ക്യാമറയുടെ മുമ്പിൽ തകർത്തുള്ള ശീലമുള്ളൂ. അതാണ്
അല്ല, ആദ്യം ഫസ്റ്റ് നമ്മുടെ ഡയറക്ടർ മോനാണ് ഈ പടത്തിലേക്ക് വിളിച്ചതിൽ. പിന്നെ മാസ്റ്ററാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഫൈറ്റ് താല്പര്യമുള്ള ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. അപ്പം അതുകൊണ്ട് ഒരു +2 പിള്ളേരുടെ അടി, എന്താ പറയുക, പിള്ളേരുടെ പരിപാടികളാണ് മെയിൻ. വലിയ അടിയായിട്ട് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ എങ്കിലും മാസ്റ്റർ വിഷ്ണു പറഞ്ഞ പോലെ വലിയ മാസ് പരിപാടിയൊന്നും വെക്കാണ്ട് നല്ല നാടൻ പരിപാടിയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഔട്ട് നന്നായിട്ടുണ്ട്, രസമായിട്ടുണ്ട്, നല്ല രസമുള്ള പടം. എല്ലാം ഉണ്ട്, ഇടി മാത്രമല്ല കേട്ടോ, എല്ലാം പക്ക. അതെ, ഒരു കാര്യമുണ്ട്, ബിജറിനെ വരച്ച വരെ നിർത്താൻ പറ്റി. ഉപ്പുമുളകിലെ ബാലുവിനെ നീലുവിന് പറ്റിയില്ല, പക്ഷെ എനിക്ക് പറ്റി. വരച്ച വരെ നിർത്തിയിട്ടുണ്ട്. പറയാം. പറയുന്നില്ല, പക്ഷെ എല്ലാം ഇപ്പൊ പുറത്തായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കരാട്ടെ അറിയുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഫൈറ്റിന്റെ സീക്വൻസ് ഒക്കെ ലാസ്റ്റ് പ്ലാനിൽ വന്നപ്പോൾ പീറ്റർ കിൻസൺ വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളാണ്. അത് നമ്മൾ സ്ക്രിപ്റ്റിൽ പറയുമ്പോഴില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഇൻട്രോയിൽ വരുന്ന ആ കരാട്ടെ വരുന്ന സീനാണ്. അപ്പോൾ അതിനുവേണ്ടി ട്രെയിനിങ് എടുക്കാം എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് കേട്ടപ്പോൾ തോന്നിയത്. ശ്രീധരനും വിഷ്ണുവിനും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീം എന്നെ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതിന്ന് തിയേറ്ററിൽ എത്തി വർക്കായി. ഫസ്റ്റ് ആ വാക്ക് കേട്ടപ്പോൾ ഞെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷമുണ്ട്. എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോൾ അത് എക്സ്പീരിയൻസിന് പറ്റും, വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. മാസ്റ്ററിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. താങ്ക് യു മാസ്റ്റർ. ആ സീൻ ഇപ്പം ഇങ്ങനെ ഒരു പറഞ്ഞതുണ്ട്, എന്താ പറയുക, എല്ലാ ഇൻസ്ട്രക്ഷനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. അതുപോലെ ശ്രീധരനായാലും വിഷ്ണുനായാലും വിദ്യ ഒപ്പം വർക്ക് ചെയ്ത് എല്ലാവരും ആ ഒരു അങ്ങോട്ടുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടാണല്ലോ എല്ലാം വർക്ക് ആവുന്നത്. അതിന് എല്ലാവരോടും ആ സപ്പോർട്ടിന് താങ്ക് യു. ഇപ്പോൾ ഈ വന്ന എല്ലാവരോടും സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. And I just came to watch the film today from Chennai, and I was very happy because ரொம்ப நாள் எதிர்பார்த்தேன் நான் இந்த படம் வந்து எப்படி வரும். பிகாஸ் ஆக்ஷன் பார்ட் இஸ் நாட் த மெயின் பாயிண்ட். ஆக்சுவலி நான் இந்த படத்தில் வந்து டைரக்டர் கூட வந்து நான் ஒரு அசிஸ்டன்ட் டைரக்டர் மாதிரி வேலை செஞ்சுருக்கேன் இந்த படத்தில். பிகாஸ் ஐ லவ் த ஸ்கிரிப்ட் அண்ட் I was very happy when I watched the film. First half வந்து the stories going on and on and on, so that interesting elements la konjam irundha. But when I saw the complete films, I was very happy because ya manaskulla na evlo feeling irundho, how much I felt for the film. I was very proud of director, and I was very proud of Vishnu because is just like a school boy. Vishnu veli sollama. I truly okay. I saw the first half. I had very high respect on because personal pesrudhu vera, but I saw he's just like a school student. He did it very decent job. ஒரு ஸ்கூல் ஸ்டூடெண்ட் வந்து எப்படி இருக்காங்கன்னா, அதுக்கப்புறம் அந்த இன்டர்வல் முடிஞ்ச உடனே அவர் வா பண்ணார் மாஸ்டர், இது என் பையன் மாஸ்டர்னா. நல்லா எப்பா எப்போதான் நான் ஸ்கூல் ஸ்டூடெண்ட் பார்த்தா இப்போ உன் பையன் இன்ட்ரடியூஸ் பண்ணேன். ஸோ why I'm saying this is he carried away with the students thing, and the director, I'm very happy because I wish I could scenes could வேலை செய்யணும் ஆசைப்படுறேன். Because the film that it came like Kalki, in this month my movie released Kalki, which I worked as an action director. அதுக்கப்புறம் Indian 2, அதுக்கப்புறம் இன்னும் கொஞ்ச நாள் வந்து Riot. But what I felt truthful இங்க கேரளால Kalki and Indian, no, it is a massive sound effects, அதுக்கப்புறம் the visual effects, அதுக்கப்புறம் artist star எல்லாம்.
திடீர்னு இந்த படம் பார்க்கும்போது என்னது எல்லாமே செட்டில்டாக இருக்குது. Everything is very settled, very neat. The reasons I realized while I'm watching the film is this is how Kerala audience feel. They like that realistic music. கூட ஓரளவுக்கு ரொம்ப நல்லா வந்திருக்கு. ஈவன் எஃபெக்ட் கூட சவுண்ட் எஃபெக்ட்ஸில் நம்ம வந்து கொஞ்சம் டைரக்டர் அண்ட் the எஃபெக்ட்ஸ் டீம், I don't know whether here, I appreciate them because நம்ம வந்து ரொம்ப ஓவர் சவுண்ட் பண்ணுறது கம்மி. Some certain actions they'll do a little action, but the way build up and so much of effect alla porudukna. So I realized this is how Kerala's audience feel, and it is a very decent film and I really loved it. I don't expect like Kalki or Indian or any further, but I had a very much experience now. Inge Kerala kunde Puli Muruganukku vanda அதுக்கப்புறம் இந்த படத்துக்கு தான் வந்து பார்த்துருக்கேன் நான் ஆஃப்டர் லாங் டைம். அண்ட் ஐ எம் வெரி ஹாப்பி வித் த டைரக்டர்ஸ் அண்ட் த ஹீரோஸ் அண்ட் சார், விஜயன் சார், எவ்ரி ஆர்டிஸ்ட். நீங்கள் பார்த்துருப்பீங்க படத்தில். ஐ திங்க் ஸோ யூ விட்னஸ் அவங்களாம் எப்படி ஒரிஜினலாக அடி வாங்கியிருக்காங்க. நானே ஐம் ஆல்ரெடி ப்ரொஃபஷனல் இன் மார்ஷியல் ஆர்ட்ஸ் ப்ளஸ் ஒரிஜினல் தான். பட் இன் திஸ் ஃபிலிம் all the artists and all the co-artists, they did a wonderful job and I'm very happy for that. And first of all, I'm very happy to be the part of this film and it's a great honor for me, and I wanted to be with this director wherever he goes for this film because unmela romba nalla pannirkaru. So he did it a very well, like wonderful job for this film.